നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബഹിരാകാശ സഞ്ചാരികളും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുമാണ്. കാരണം ഇക്കഴിഞ്ഞ മെയ് 21 നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയിൽ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണെന്ന് നമ്മളോട് ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ബഹിരാകാശ സഞ്ചാരികളെയും അവർ ചെലവഴിച്ച ദിവസങ്ങളും നമുക്കൊന്ന് നോക്കി വെക്കാം. അതായത് അവരുടെ പേര് റെക്കോർഡ്സ് ഉള്ള ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടാവുമല്ലോ, അവരെ നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വ്യക്തി ആരാണ്? ഒലെഗ് കൊനോനോങ്കയാണ് കേട്ടോ. ഒലെഗ് കൊനോനോങ്കോ, റഷ്യക്കാരനായ ഒലെഗ് കൊനോനോങ്കോ. എത്ര ദിവസമാണ്? 1111 ദിവസം, 5 ദൗത്യങ്ങളിലായിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി ആരാണ്? റഷ്യക്കാരനായ ഒലെഗ് കൊനോനോങ്കോ, 1111 ദിവസം. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം, 4 മിഷനിലായിട്ട്. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി ആരാണ്? സുനിത വില്യംസ്. 3 ദൗത്യങ്ങളിലായിട്ട് 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. അപ്പൊ ഇതാണ് നമുക്ക് ചോദ്യമായിട്ട് വന്നത്. അതുകൂടാതെ സുനിത വില്യംസിന്റെ രക്ഷാദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ കൊണ്ടായിരിക്കും നമുക്ക് ഇപ്പൊ ഈ ഒരു ചോദ്യം വന്നത്. എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ. പെഗ്ഗി വിറ്റ്സന്റെ പേരിൽ ഇനിയും 2 റെക്കോർഡും കൂടിയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് ചെലവഴിച്ചത് ആരാണ്? ഒലെഗ് കൊനോനോങ്കോ 1111 ദിവസം. രണ്ടാമതായിട്ട് പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം. മൂന്നാമതായിട്ട് സുനിത വില്യംസ് 608 ദിവസം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ആരാണ്? ആരാണ്? പെഗ്ഗി വിറ്റ്സൺ ആണ് കേട്ടോ, 675 ദിവസം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത ആരാണ്? സുനിത വില്യംസ് ആണ്, 608 ദിവസം. 3 ദൗത്യങ്ങളിലായിട്ടാണ് ഈ 608 ദിവസം സുനിത വില്യംസ് കംപ്ലീറ്റ് ആക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവാദമായ മിഷൻ ഉണ്ടല്ലോ, ആ ദൗത്യത്തിൽ ഒറ്റ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസമാണ് അവർ ബഹിരാകാശത്ത് ചെലവഴിച്ചത്? 286 ദിവസമാണ് കേട്ടോ. അതും ചിലപ്പം ചോദിക്കാൻ മതി, കാരണം ഇത്രയും നാൾ വിവാദമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവം, അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ മതി. അപ്പൊ എത്രയാണ്? 286 ദിവസമാണ്. ഓക്കെ, ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയ ഒരു സാങ്കേതിക തകരാറ് മൂലം തിരിച്ചു വരാൻ 286 ദിവസം എടുത്തു. അപ്പൊ തുടർച്ചയായി 286 ദിവസം അവര് ബഹിരാകാശത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് ആരാണ്? അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ അതിൽ ആരായിരുന്നു? ഒലെഗ് കൊനോനോങ്കി അല്ലായിരുന്നോ? 1111 ദിവസം, 5 ദൗത്യങ്ങളിലായിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളോട് ചോദിച്ച എന്താണ്? തുടർച്ചയായിട്ട് ഒരു മിഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? വലേരി പോളിയോക്കോവ് ആണ്, റഷ്യക്കാരനായ വലേരി പോളിയോക്കോവ്. 437 ദിവസവും 17 മണിക്കൂറും 38 മിനിറ്റുമാണ് അദ്ദേഹം ചെലവാക്കിയത്. അപ്പൊ 437 എന്നുള്ള ദിവസം എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. 437 ആരാണ്? വലേരി പോളിയോക്കോവ്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചവരുടെ ആ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വരുന്ന ആരാണ്? വലേരി പോളിയോക്കോവ് ആണ്. അപ്പം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത്, ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ വനിത ആരാണ്? ഓക്കെ, ക്ലിയർ. അപ്പൊ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആവുന്നത് നോക്കണം കേട്ടോ. ആദ്യം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞത് ആരാണെന്ന് ചോദിച്ചു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കഴിഞ്ഞത് ആരാണെന്ന് ചോദിച്ചു. ഇപ്പൊ എന്താണ്? ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കഴിഞ്ഞ വനിത ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ക്രിസ്റ്റീന കോക്ക് ആണ് കേട്ടോ. ക്രിസ്റ്റീന കോക്ക് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വനിതയാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്റ്റീന കോക്ക് ആണ് കേട്ടോ. ക്രിസ്റ്റീന കോക്ക്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നതാരാണ്?
ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അനാറ്റോളി സൊളോയേവ്, റഷ്യക്കാരനായ ഇദ്ദേഹമാണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്നത്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത ചോദ്യം കൂടെ നോക്കിയിട്ട് പറയാം. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ്? നമ്മുടെ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂർ 6 മിനിറ്റ് ആണ് അവർ നടന്നത്. 9 ബഹിരാകാശ നടത്തങ്ങളിലായിട്ടാണ് ഈ ഒരു സമയം അവർ പൂർത്തീകരിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണെന്ന് ചോദിക്കാം, വ്യക്തി ആരാണെന്നും ചോദിക്കാം. വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യക്കാരനായ അനാറ്റോളി സൊളോവേവ് ആണ്. ഇനി വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ സുനിത വില്യംസ് ആണ്. 9 ബഹിരാകാശ നടത്തങ്ങളിലായിട്ട് 62 മണിക്കൂർ 6 മിനിറ്റിലാണ്. ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ദൗത്യത്തിലാണ് ഇവർ ഈ ഒരു സമയം പൂർത്തീകരിക്കുന്നത്. അത് വലിയ വാർത്തയുമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ മതി കേട്ടോ. ഇനി ഇതാണ് ആ ഒരു ടേബിള്, അതായത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വ്യക്തികളുടെ ആ ഒരു ടേബിളാണിത്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ആരാണ്? റഷ്യക്കാരനായ അനാറ്റോളി സൊളോവേവ് ആണ്. 82 മണിക്കൂർ 22 മിനിറ്റ് ആണ് അദ്ദേഹം നടന്നത്. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ വനിതയാണ് ആര്? 9 നടത്തങ്ങളിലായിട്ട് 62 മണിക്കൂർ 6 മിനിറ്റ് പൂർത്തീകരിച്ച നമ്മുടെ സുനിത വില്യംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഒരു ചോദ്യവും കൂടെ. ഏറ്റവും ദൈർഘ്യമേറിയ സിംഗിൾ സ്പേസ് വാക്ക് നടത്തിയത് ആരാണ്? അപ്പൊ ക്വസ്റ്റ്യൻ മാറുന്ന രീതി ഒന്ന് നോക്കിക്കോണേ. നേരത്തെ ചോദിച്ച എന്താണ്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്നത് ആര്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആര്? ഇനി ചോദിച്ച എന്താണ്? ഏറ്റവും കൂടുതൽ സമയം സിംഗിൾ സ്പേസ് വാക്ക് നടത്തിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒറ്റ സിംഗിൾ സ്പേസ് വാക്കിൽ ഏറ്റവും കൂടുതൽ സമയം നടന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? 2 പേരുണ്ട്. ചൈനീസ് ആസ്ട്രോനോട്ട്സ് ആണ്. ആരൊക്കെയാണ്? കായ് സുഷേയും സോങ് ലിങ് ഡോങ്ങും. കേട്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എങ്ങാനും ചോദിച്ചാൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവർ 9 മണിക്കൂർ സ്പേസ് വാക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. ഒറ്റ സിംഗിൾ സ്പേസ് വാക്കിൽ കേട്ടോ. 9 മണിക്കൂർ അവർ നടന്നു. ഡിസംബർ 17, 2024 ഇത് നടന്നത്. അതുകൊണ്ടും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.